ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. സോ നമ്മുടെ SBA ക്ലർക്കിന്റെ പ്രിലിംസ് ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു. 3 ദിവസങ്ങളിലായിട്ട് ഓരോ ദിവസവും 4 ഷിഫ്റ്റ് വീതമായിരുന്ന എക്സാം അല്ലേ? ടോട്ടൽ 12 ഷിഫ്റ്റോളം എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അതോടുകൂടി SBA ക്ലർക്കിന്റെ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞോ? ഒരിക്കലുമില്ല. ഇനി അടുത്ത സ്റ്റേജ് അല്ലെങ്കിൽ അടുത്ത കടമ്പയുണ്ട്, മെയിൻസ് എക്സാം ഉണ്ട്. അപ്പോൾ പൊതുവെ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് കൂടെ ഞാനൊന്ന് പറയാം. എല്ലാവരും ചെയ്യുന്നൊരു കാര്യം, SBA ക്ലർക്ക് അല്ലെങ്കിൽ ക്ലർക്ക് എക്സാമിന്റെ റിസൾട്ട് വരട്ടെ, അല്ലെങ്കിൽ പ്രിലിംസിന്റെ റിസൾട്ട് വരട്ടെ, അതിനുശേഷമേ ഞാൻ മെയിൻസ് പഠിച്ചു തുടങ്ങൂ. അങ്ങനെ ആരും ചെയ്യരുത്. ആക്ച്വലി ഒരു ഐഡിയൽ ടൈം എന്ന് പറഞ്ഞാൽ, മെയിൻസിന് പഠിക്കാൻ ഒരു ഐഡിയൽ ടൈം എന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴാണോ പ്രിലിംസിന്റെ സിലബസ് കവർ ചെയ്ത് കഴിയുന്നത്, അടുത്ത ദിവസം തൊട്ട് മെയിൻസിന് വേണ്ടി പഠിക്കണം. ആ ഒരു കാര്യം നമ്മൾ ഓർത്തു വെക്കണം എപ്പോഴും, കേട്ടോ. അത് മാത്രമല്ല, നമുക്കിപ്പം കറക്റ്റ് ടൈമാണ്. എന്നാ നമ്മുടെ SBA ക്ലർക്ക് മെയിൻസിന്റെ ഡേറ്റ് വന്നിരിക്കുന്നത്? അപ്പോൾ അതറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ നോട്ട് ചെയ്യാം. നവംബർ 15, 16 ദിവസങ്ങളിലായിരിക്കും നമ്മുടെ SBA ക്ലർക്ക് മെയിൻസിന് ഡേറ്റ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം എന്താ? ഒരു മാസത്തിൽ കൂടുതൽ സമയം നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിനെ വളരെ സ്ട്രാറ്റജിക് ആയിട്ടും സ്മാർട്ടായിട്ടും യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മെയിൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിനൊരു കാരണവശാലും നമ്മൾ സമയം വേസ്റ്റ് ആക്കാൻ പാടില്ല. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് SBA ക്ലർക്ക് മെയിൻസിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. അതും റീസണിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ റീസണിങ്ങിനെ ഞാൻ 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ മിസലേനിയസ് ടോപ്പിക്സ് ആണ്. രണ്ടാമത്തെ പാർട്ട് എന്താ? പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. അപ്പോൾ നമുക്ക് ഈ മിസലേനിയസ് ടോപ്പിക്സ് എല്ലാ സബ് ടൈപ്പും അതിൽ വരാൻ ചാൻസ് ഉള്ള എല്ലാ ടോപ്പിക്സും ഞാൻ കവർ ചെയ്ത് തരാം. അതിലൊരു കാരണവശാലും വിഷമിക്കേണ്ട. നിങ്ങൾ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾ എൻ്റെ കൂടെ ഈ ഒരു ജേർണി ഈ നവംബർ 15, 16 ദിവസങ്ങളിൽ വരെ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് പ്രോപ്പർ ക്ലാസ് ഞാൻ തരാം, പ്രോപ്പർ ടോപ്പിക്കും കവർ ചെയ്ത് തരാം. അതിൻ്റെ കൂടെ തന്നെ പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ, അതായത് മെയിൻസിൻ്റെ കംപ്ലീറ്റ് DA ഇല്ലേ, കണ്ടീഷണൽ DAs, ലോജിക്കൽ DAs, അങ്ങനെ ലോജിക്കൽ DAs, ഇത്രയും ടൈപ്പ് DAs ഉണ്ട്. അത് മാത്രമല്ല അരിത്തമെറ്റിക് ടോപ്പിക്സും ഇതുപോലെ ലോജിക്കൽ ആൻഡ് കണ്ടീഷണൽ ടൈപ്പ് ഉണ്ട്. പിന്നെ മിസലേനിയസ് ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ജേർണി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് റീസണിങ്ങിലെ ഒരു മിസലേനിയസ് ടോപ്പിക് ആയിട്ടുള്ള 3 റോ ബേസ്ഡ് നമ്പർ സീരീസ് ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഇതിനു വേണ്ടി ഒരു പ്രത്യേകം ഒരു മെയിൻസിന് വേണ്ടി ഒരു സെപ്പറേറ്റ് നോട്ട്സ് വെക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ 3 റോ ബേസ്ഡ് നമ്പർ സീരീസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഏത് ടോപ്പിക്കാണ്? അപ്പോൾ ഇത് QA ആണെന്ന് വിചാരിക്കും. ഒരിക്കലും അല്ല. ഇത് റീസണിങ്ങിലെ ഒരു മിസലേനിയസ് ടോപ്പിക്കാണ്. അപ്പോൾ ഞാൻ കാണിക്കാം, ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഒക്കെ കാണിക്കാം. ഇതാണ് 3 റോ ബേസ്ഡ് നമ്പർ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും തോന്നുന്നൊരു ഡൗട്ടാണ്, എന്താണ് ഈ 3 റോ ബേസ്ഡ് നമ്പർ സീരീസ് അല്ലേ? ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പം ക്ലിയർ ആയോ? ഇതെന്താടെ? ഓക്കെ, ഇപ്പം ക്ലിയർ ആയി. ഓക്കെ, അപ്പോൾ ഈ 3 റോ ബേസ്ഡ് നമ്പർ സീരീസ് എന്ന് നിങ്ങൾ വിചാരിക്കുമ്പം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലോട്ട് പോകും. നമ്മുടെ കൺവെൻഷണൽ നമ്പർ സീരീസ് അല്ല. ഇതിൽ ഒരു 3 റോസ് കാണും. 3 റോസിലും ഓരോ റോയിലും ഓരോ സെറ്റ് നമ്പേഴ്സ് കാണും. 3 സെറ്റ് നമ്പേഴ്സ് കാണും. അപ്പോൾ ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻ ഒക്കെ തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ച് നോക്കാം, എന്നിട്ട് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് 3 റോസ് ഓഫ് നമ്പേഴ്സ് ആർ ഗിവൺ. 3 റോസ് ഓഫ് നമ്പേഴ്സ് ഇല്ലാതെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു. The resultant number in each row is to be worked separately based on the following rules. അപ്പോൾ ഇവിടെ കുറച്ച് റൂൾസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ആ റൂൾസ്, അല്ലെങ്കിൽ എന്താണ് ആ കണ്ടീഷൻസ് എന്താണെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു 6 സെറ്റ് റൂൾസ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 6 സെറ്റ് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് വെർട്ടിക്കലി ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വേണം ഓരോരോ റൂൾസിനെ നമ്മൾ പിക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആദ്യം റൂൾ നമ്പർ 1 എടുക്കുക. ആ തന്നിരിക്കുന്ന റൂൾ നമ്പർ നമ്മളൊരു പർട്ടിക്കുലർ റോ ആണ് നമ്മൾ എടുക്കുന്നത്. അതൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്ത് കാണിക്കാം. ആ റൂൾ സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ അടുത്ത റൂൾ എടുക്കുക, റൂൾ നമ്പർ 2 എടുക്കുക. അടുത്തത് അത് സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ റൂൾ നമ്പർ 3 എടുക്കുക. ആ ഒരു ഓർഡറിൽ എടുക്കുക. ഇനി എന്തായാലും ഏതെങ്കിലും ഒരു റൂൾ സാറ്റിസ്ഫൈ ചെയ്യുമല്ലോ. അങ്ങനെ ഏതെങ്കിലും ഒരു റൂൾ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ റൂളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് വേണം നമ്മൾ ആ നമ്പറിൽ എന്ത് ചെയ്യാൻ? അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു റിസൾട്ടന്റ് നമ്പർ കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അത് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വരും. പിന്നെ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. The operations of numbers progress from left to right എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സപ്പോസ് നമ്മൾ ഈ റോ 1 ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ആദ്യം ലെഫ്റ്റിൽ നിന്നും നമ്മൾ ഈ 2 നമ്പേഴ്സിന്റെ പേഴ്സ് ആയിട്ട് എടുക്കുക. ആദ്യം 92, 17 എടുക്കുക. അതിൽ ഏത് റൂളാണോ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു റിസൾട്ടന്റ് വാല്യൂ കിട്ടും. ആ കിട്ടിയ റിസൾട്ടന്റ് വാല്യൂ സപ്പോസ് എക്സ് ആണെങ്കിൽ അടുത്തത് എടുക്കേണ്ടത് എക്സും അടുത്ത ലാസ്റ്റ് നമ്പർ ഏതാ? ഇവിടെ 38 അല്ലേ? ആ ഒരു നമ്പറും കൂടെ നമ്മൾ വേണം എടുക്കാൻ. അതിൽ റൂൾസ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ കിട്ടും. അതിൻ്റെ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ടന്റ് വാല്യൂ കിട്ടും. അതായിരിക്കും ഫൈനൽ റോ 1ന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെ ഒരു നോട്ടും തന്നിട്ടുണ്ട്. ഇഫ് മോർ ദാൻ 1 കണ്ടീഷൻ ഈസ് ഫോളോഡ് ദെൻ കൺസിഡർ കൺസിഡർ ദ കണ്ടീഷൻ വിച്ച് കംസ് അറ്റ് ഫസ്റ്റ്. ഒരുപാട് റൂൾസ് സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ ഏതാണോ ഫസ്റ്റ് റൂള്
ആ റൂൾസ് നമ്മൾ വേണം മേജർ ആയിട്ട് അല്ലെങ്കിൽ മെയിൻ ആയിട്ട് അവിടെ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് റൂൾസ് ആൻഡ് അല്ലെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ പറയുന്ന പോലെ ഉള്ള കാര്യങ്ങൾ. ബാക്കി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. നോക്കിക്കോ, ഫസ്റ്റിലെ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി തരാം. അതിനുവേണ്ടി ഞാൻ ദാ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ റോ 1നെ അങ്ങ് പിക്ക് ചെയ്യുക. എങ്ങനെയാ? ഫസ്റ്റിൽ നമ്മൾ റോ 1നെ എടുക്കാൻ പോവാണ്. അതിൽ ഏതൊക്കെയാണ് നമ്പേഴ്സ്? 92, അടുത്ത ഏതാ 17, അടുത്ത ഏതാ 38. അപ്പോൾ ഈ റോ 1നെ നമ്മൾ ആദ്യം എടുത്തു. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഓപ്പറേഷൻസ് ചെയ്യേണ്ടത് എവിടെ നിന്നായിരിക്കും? ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് വേണം നമുക്ക് എടുക്കാൻ, നമ്പേഴ്സിനെ എടുക്കാൻ. അപ്പോൾ ആദ്യം ഏത് നമ്പേഴ്സിനെ എടുക്കേണ്ടത്? 92ഉം 17നെയും വേണം ആദ്യം ഞാൻ പിക്ക് ചെയ്യാൻ. ഇനി ഒരു കാര്യം, ഇതിന്റെ ഒരു ബേസിക് കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബേസിക് ഉണ്ട്, നമ്മൾ ആൽഫ ന്യൂമറിക്കിൽ പഠിക്കുന്നത്. നോക്കിക്കോ, എ ബി സി. നിങ്ങളൊരു കാര്യം ഇവിടെ അറിയുമെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാ. ആൻഡ് എ ഈസ് ഫോളോഡ് ബൈ സി ആൻഡ് എ ഈസ് പ്രൊസീഡഡ് ബൈ ബി. ഈ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ എ ഫോളോ ചെയ്യുന്നത് അല്ലെ, ഇമ്മീഡിയറ്റ്ലി ഫോളോ ചെയ്യുന്ന ആരാ? സി ആണ്. ആൻഡ് എ ഈസ് ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡഡ് ബൈ ബി എന്ന് പറഞ്ഞാൽ എന്താ? ബി ആയിരിക്കും എ പ്രിസീഡ് ചെയ്യുന്നത്. സിമിലർലി എ, അടുത്തത് 1 4. നിങ്ങൾ പറഞ്ഞേ, എ ഈസ് ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ ആൻ ഓഡ് നമ്പർ ആൻഡ് എ ഈസ് ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡഡ് ബൈ ആൻ ഈവൻ നമ്പർ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ. അത് നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് നമ്മുടെ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റാം. നോക്കിക്കോ, ഫസ്റ്റ് റൂൾ നോക്കിക്കോ. ഇഫ് ആൻ ഓഡ് നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഓഡ് നമ്പർ, അതല്ലേ നമ്മുടെ ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞത്. നോക്കിക്കേ, ഇതൊരു ഓഡ് നമ്പർ ആണോടെ, ഇതൊരു ഈവൻ നമ്പർ അല്ലേ. നമുക്ക് റൂൾ നമ്പർ 1 എന്താ പറഞ്ഞത്? ഇഫ് ആൻ ഓഡ് നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഓഡ് നമ്പർ, ഇവൻ ഈവൻ നമ്പർ അല്ലേ. അപ്പൊ നമുക്ക് റൂൾ നമ്പർ 1 ആണോ? അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റൂൾ നമ്പർ 1 സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട് റൂൾ നമ്പർ 2 എടുക്കുക. റൂൾ നമ്പർ 2 എന്താ പറയുന്നത്? ഇഫ് എ പ്രൈം നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഈവൻ നമ്പർ, ഒരു പ്രൈം നമ്പറിനെ ഒരു ഈവൻ നമ്പറാൽ ഫോളോ ചെയ്യപ്പെടണം. ഇവിടെ 92 ഒരു പ്രൈം നമ്പർ ആണോ? 92 പ്രൈം നമ്പർ അല്ല. അതുകൊണ്ട് നമുക്ക് റൂൾ നമ്പർ 2 എടുക്കാൻ പറ്റത്തില്ല. അടുത്തത് റൂൾ നമ്പർ 3 എടുക്കാം. ഇഫ് ആൻ ഈവൻ നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഓഡ് നമ്പർ, ആണോ? നോക്കിക്കേ, 92 ഒരു ഈവൻ നമ്പറാ. ഈവൻ നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഓഡ് നമ്പർ അല്ലേ. ഇവൻ ഈവൻ നമ്പർ അല്ലേ, ഇവൻ ഓഡ് നമ്പർ അല്ലേ. അതിനർത്ഥം എന്താ? റൂൾ നമ്പർ 3 ആയിരിക്കും സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പൊ റൂൾ നമ്പർ 3 സാറ്റിസ്ഫൈ ചെയ്താൽ എന്താണോ റൂൾ നമ്പർ 3യിൽ പറയുന്ന ഓപ്പറേഷൻ അല്ലേ, നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടത്തിയിട്ടില്ലേ, എന്താണോ റൂൾ നമ്പർ 3 പറയുന്ന ഓപ്പറേഷൻ അത് വേണം നമ്മൾ ചെയ്യാൻ. അപ്പൊ എന്താ ഓപ്പറേഷൻ? then add all the digits of that both even number and odd number. അപ്പൊ നിങ്ങൾ പറഞ്ഞേ, ഈവൻ നമ്പറിലെ ഡിജിറ്റ്സുകളുടെ സം എത്ര? 9 + 2 അല്ലേ. ഓഡുകളുടെ സം എത്ര? 1 + 7 അല്ലേ. അപ്പൊ ഇവരെല്ലാരും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 9 2 11, 11 1 12, 12 7 19 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് കിട്ടി, എന്താ കിട്ടിയത്? ഈ 92ന്റെയും 17ന്റെയും കമ്പൈൻഡ് റിസൾട്ടന്റ് ആണ് 19 എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ 2 നമ്പേഴ്സിനെ നമ്മൾ പിക്ക് ചെയ്തു, അവരിലൊരു റൂൾ അപ്ലൈ ചെയ്തു, അതിൽ നമുക്കൊരു ഓപ്പറേഷൻ ചെയ്തപ്പോൾ നമുക്കൊരു റിസൾട്ടന്റ് കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്താ? ആ ഒരു റിസൾട്ടന്റ് വാല്യൂം ബാക്കി വന്നിരിക്കുന്ന 38 ഇനി അവനെയും കൂടെ വേണം നമുക്ക് എന്ത് ചെയ്യാൻ? പിക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അവനെയും കൂടെ വേണം നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കിടത്താൻ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇനി അതേ പ്രൊസീജിയേഴ്സ് 1ന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഒരിക്കലും 3ന് ശേഷം 4ാമത്തെ അല്ല എടുക്കേണ്ടത്, വീണ്ടും 1 2 3 നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. മനസ്സിലായോ? ഇത് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് റൂൾ നമ്പർ 1 സ്റ്റാർട്ട് ചെയ്യാം. ഇഫ് ആൻ ഓഡ് നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഓഡ് നമ്പർ, 19 ഓഡ് നമ്പർ ആണ്, പക്ഷെ ഓഡ് നമ്പർ ആണോ ഫോളോ ചെയ്യുന്നത്? അല്ല, ഈവൻ നമ്പർ ആണ്. അപ്പൊ റൂൾ നമ്പർ 1 അല്ല. ഇഫ് എ പ്രൈം നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഈവൻ നമ്പർ, 19 ഒരു പ്രൈം നമ്പർ അല്ലേ, തീർച്ചയായിട്ടും 19 ഒരു പ്രൈം നമ്പർ ആണ്. ഇനി ആ 19നെ ഫോളോ ചെയ്യുന്ന ഒരു ഈവൻ നമ്പർ ആണോ? തീർച്ചയായിട്ടും 38 ഒരു ഈവൻ നമ്പർ ആണ്. അതുകൊണ്ട് നമുക്ക് എടുക്കാം റൂൾ നമ്പർ 2 ആയിരിക്കും സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ എന്താ റൂൾ നമ്പർ 2 പറയുന്ന ഓപ്പറേഷൻ എന്താ? then the multiple of the 10th digit of the prime number with the unit digit of the even number. അപ്പോൾ 19ന്റെ 10th ഡിജിറ്റ് ആരാടെ? 9 എന്ന് പറഞ്ഞ എന്താ? യൂണിറ്റ് ഡിജിറ്റാ. 1 എന്ന് പറഞ്ഞ 10th ഡിജിറ്റ്. അപ്പം പ്രൈം നമ്പറിന്റെ 10th ഡിജിറ്റ് എത്ര? 1 ആണ്. അതിനെ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? നമ്മുടെ ഈവൻ നമ്പർ ആയിട്ടുള്ള 38ന്റെ യൂണിറ്റ് ഡിജിറ്റ് ആരാ? 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി 8 എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ റോ 1ന്റെ കമ്പൈൻഡ് റിസൾട്ടന്റ് എത്ര ആടെ നമുക്ക് കിട്ടിയത്? കമ്പൈൻഡ് റിസൾട്ടന്റ് നമുക്ക് കിട്ടി. അപ്പോൾ ഇതിന്റെ ഒരു കളർ ഒന്ന് മാറ്റിക്കോട്ടെ. കമ്പൈൻഡ് റിസൾട്ടന്റ് നമുക്ക് കിട്ടി 8 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് നോട്ട് ചെയ്യാം. നമ്മുടെ ഇതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ, അത് നമുക്ക് എഴുതാൻ വേണ്ടി സൗകര്യത്തിന് വേണ്ടി മാത്രം ഞാൻ അവിടെ എഴുതിയതാണ്. അപ്പൊ നമുക്ക് റോ 1ന്റെ റിസൾട്ടന്റ് കിട്ടി 8 എന്ന് കിട്ടി. കണ്ടോ? ഇത് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ എൻ്റെ കൂടെ നോട്ട് എഴുതുകയും വേണം, മനസ്സിലാക്കി എഴുതണം. അതിന്റെ കൂടെ തന്നെ ഞാൻ ഇതിന്റെ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ, ദിശ ബാങ്കിങ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം.
അപ്പൊ നിങ്ങൾ ഇത് എന്ത് ചെയ്യുക, ഇത് സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. അപ്പൊ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ജസ്റ്റ് മെയിൻസിന് വേണ്ടി ക്ലാസ് കാണും, എന്നിട്ട് എന്ത് ചെയ്യും, എന്നിട്ട് ഓക്കെ എനിക്ക് മനസ്സിലായി, ഞാൻ ഇത് സ്വന്തമായിട്ട് ചെയ്തോളാം, ചെയ്ത് നോക്കണ്ട, എനിക്ക് എക്സാമിന് കിട്ടും, ഈ ഒരു മെന്റാലിറ്റി വെച്ച് എക്സാമിന് പോകും. നിങ്ങൾക്ക് കൺസെപ്റ്റ് അറിയാം, പക്ഷെ സ്പീഡ് വരത്തില്ല. കാര്യം ഈ മിസലേനിയസ് ടോപ്പിക്സ് ഒക്കെ മെയിൻസിന് നമുക്ക് സ്കോറിംഗ് ഏരിയാസ് ആണ്. അവിടെ നല്ല രീതിയിൽ സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാലേ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അവിടെ മെയിൻസ് ലെവൽ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ചിന് ടൈം കിട്ടൂ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ റോ 1ന്റെ റിസൾട്ടന്റ് കിട്ടി, 8 കിട്ടി. അപ്പോൾ ഞാൻ ഇതൊന്ന് ഇറേസ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് നോട്ട് ചെയ്യാം. റോ 1ന് നമുക്ക് 8 കിട്ടി. ഇനി നമുക്ക് റോ 2നെ പിക്ക് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിത് ഇങ്ങോട്ട് എഴുതുവാണേ. റോ 2 27, 64 ആൻഡ് 46 എന്നല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടല്ലേ നോക്കാം. അപ്പോൾ ഫസ്റ്റിലെ 27ഉം 64 ആണ് നമ്മൾ എടുക്കുന്നത്. നോക്കിക്കോ, ഇഫ് ആൻ ഓഡ് നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഓഡ് നമ്പർ. നോക്കിക്കേ, 27 ഒരു ഓഡ് നമ്പർ ആണ്, പക്ഷേ അതിനെ ഫോളോ ചെയ്യുന്ന ഒരു ഈവൻ നമ്പർ അല്ലേ. അപ്പം റൂൾ നമ്പർ 1 അല്ല. ഇഫ് എ പ്രൈം നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഈവൻ നമ്പർ. 27 ഒരു പ്രൈം നമ്പർ ആണോ? ഒരിക്കലും അല്ല, 27 ഒരു പ്രൈം നമ്പർ അല്ല. അടുത്തത്, ഇഫ് ആൻ ഈവൻ നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഓഡ് നമ്പർ. 27 ഒരു ഈവൻ നമ്പർ ആണോ? 27 ഒരു ഈവൻ നമ്പറും അല്ല. അടുത്തത്, ഇഫ് എ പെർഫെക്റ്റ് ക്യൂബ് നമ്പർ ഈസ് ഫോളോഡ് ബൈ എ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ. ഈ 27 ഒരു പെർഫെക്റ്റ് ക്യൂബ് അല്ലേടെ? എന്തിന്റെ ക്യൂബാ? 3ന്റെ ക്യൂബാ. 64 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേടെ? എന്തിന്റെ? 8ന്റെയാ. അപ്പോൾ ഒരു പെർഫെക്റ്റ് ക്യൂബ് ഈസ് ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ എ പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെയെങ്കിൽ നമുക്ക് അവിടെ എന്താ ഓപ്പറേഷൻ ചെയ്യേണ്ടത്? then the highest number is subtracted from the lowest number. അപ്പോൾ നമുക്ക് ഹയസ്റ്റ് നമ്പർ ആരാ? 64 അല്ലേ? അതിൽ നിന്ന് 27 മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? 7 വരും. 5 × 2 37 വരും. അപ്പോൾ നമുക്ക് കിട്ടി ഇവന്മാരുടെ എന്താ റിസൾട്ടന്റ് കമ്പൈൻഡ് എത്ര കിട്ടിയിരിക്കുന്നത്? 37 കിട്ടി. ഇനി നമുക്ക് ആരെ താഴോട്ട് ഇറക്കണം? നമ്മുടെ 46നെ എടുക്കണം. ഇനി നമുക്ക് ഈ 37ഉം 46ഉം വേണം നമുക്കിനി ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകാൻ. അപ്പോൾ തുടങ്ങാമല്ലോ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ല ഇത് എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന്. ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ വീണ്ടും റൂൾ നമ്പർ 1 എന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ തുടങ്ങാം. ഇഫ് ആൻ ഓഡ് നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഓഡ് നമ്പർ. ഓഡ് നമ്പർ ആണ് 37, പക്ഷെ അത് ഫോളോ ചെയ്യുന്ന ആളെന്താ? ഓഡ് നമ്പർ ആണോ? അവനെ ഫോളോ ചെയ്യപ്പെടുന്ന അല്ലേ? എന്താണ് ആക്റ്റീവ് പാസീവ് വോയിസോ? അപ്പോൾ 46 ഒരു ഓഡ് നമ്പർ ആണോ? അല്ലല്ലോ. അപ്പോൾ ആ റൂൾ നമ്പർ 1 എടുക്കാൻ പാടില്ല. അടുത്തത്, ഇഫ് എ പ്രൈം നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഈവൻ നമ്പർ. 37 ഒരു പ്രൈം നമ്പർ അല്ലേ? തീർച്ചയായിട്ടും. അതിനെ ഫോളോ ചെയ്യുന്ന 46 ഒരു ഈവൻ നമ്പർ അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ റൂൾ നമ്പർ 2 സാറ്റിസ്ഫൈഡ് ആയി. Therefore, then the multiple of the 10th digit of the prime number എത്ര? 3 അല്ലേ? Into and the prime number and with the then the multiple of the 10th digit of the prime number with the unit digit of the even number. ആരാ? 6 അല്ലേ യൂണിറ്റ് ഈവൻ നമ്പർ. നമ്മുടെ ഈവൻ നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് എത്ര വരും? 18 എന്ന് കിട്ടും. അപ്പോൾ ഈ 18 ആയിരിക്കും നമ്മുടെ റോ 2ന്റെ റിസൾട്ടന്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടെ നോട്ട് ചെയ്തൂടെ? അപ്പോൾ എത്ര കിട്ടി? 18 ആയിരിക്കും നമ്മുടെ റോ 2ന്റെ റിസൾട്ടന്റ് എന്ന് പറഞ്ഞത്. എങ്ങനെ ഇരിക്കുന്നു? എളുപ്പമല്ലേ? കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ബൾബ് കത്തിയില്ലേ? മനസ്സിലാവുന്നില്ലേ? വളരെ ഈസിയാണ്. സോ നമ്മളിത് പ്രാക്ടീസ് ചെയ്താൽ നമുക്കിത് തീർച്ചയായിട്ടും പറ്റും. പിന്നെ ഒരു കാര്യം, ഓരോരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്ത് പ്രാക്ടീസ് ചെയ്യണം. ഇതിൽ തന്നെ ഞാൻ ഏകദേശം ഒരു 3ഓളം ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ റൂൾസ് പല രീതിയിൽ വരാം. നമുക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, വായിച്ചാൽ മനസ്സിലാകണം. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ആകത്തുള്ളൂ. നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരാം, കാര്യം പറഞ്ഞു തരാം, പക്ഷേ പ്രാക്ടീസ് എന്ന് പറഞ്ഞൊരു പാർട്ട് നിങ്ങൾ കമ്പൽസറി ആയിട്ട് ചെയ്യണം. കാര്യം എനിക്കൊരു വാശിയാണ്. എന്താ? SBI ക്ലർക്കിന് നിങ്ങൾ നല്ല മാർക്കോടുകൂടി മെയിൻസ് ക്ലിയർ ചെയ്യണം. അതെൻ്റെ വാശിയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ഇത് ക്ലിയർ ചെയ്യാമല്ലോ. അപ്പം അടുത്തതിന് എടുത്തൂടെ? ഓക്കെ. അടുത്തവന്മാരെ നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റാം. 18, 39, 51. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലോ. ആദ്യം ആരെ പിക്ക് ചെയ്യണം? ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് വേണം എടുക്കാൻ. സോ നമ്മൾ ആദ്യത്തെ 2 അവന്മാരെ എടുത്തു. ആരാ? 18നെയും 39നെയും എടുത്തു. പറഞ്ഞേ, ഇഫ് ആൻ ഓഡ് നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഓഡ് നമ്പർ ആണോ? ഈ 18 ഒരു ഓഡ് നമ്പർ ആണോടെ? അല്ല, ഈവൻ നമ്പറാ. അപ്പോൾ റൂൾ നമ്പർ 1 എടുക്കാൻ പറ്റത്തില്ലല്ലോ. അടുത്തത്, ഇഫ് എ പ്രൈം നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഈവൻ നമ്പർ. പറഞ്ഞേ, 18 ഒരു പ്രൈം നമ്പർ ആണോ? ഒരിക്കലും അല്ല. അടുത്തത് റൂൾ നമ്പർ 3, ഇഫ് ആൻ ഈവൻ നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഓഡ് നമ്പർ. നോക്കിക്കേ, ഈവൻ നമ്പർ ആണ്, അത് ഫോളോ ചെയ്യുന്ന ഒരു ഓഡ് നമ്പർ ആണ്. അപ്പോൾ നമുക്ക് ഏത് അപ്ലൈ ചെയ്യാം? നമുക്ക് റൂൾ നമ്പർ 3 അപ്ലൈ ചെയ്യാം. കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ എന്താ ഓപ്പറേഷൻ? then add all the digits of the both even number and odd number. അപ്പോൾ എത്ര വരും? 1 + 8 + 3 + 9 എത്ര വരണം? 8 1 9, 9 3 12, 12 9 21 വരും അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടി ഇവന്മാരുടെ കമ്പൈൻഡ് റിസൾട്ടന്റ് എത്ര കിട്ടി? 21 കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ആരെയൊക്കെയാണ് പിക്ക് ചെയ്യേണ്ടത്? ഈ 21നെയും നമ്മുടെ ബാക്കി പാവ 51നെയും കൂടെ എടുക്കാൻ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റിൽ നമ്മൾ ആരെ എടുക്കണം? ഈ 21നെയും 51നെയും വേണം എടുക്കാൻ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ.
കുഴപ്പമൊന്നുമില്ലല്ലോ. പറ. ഫസ്റ്റ് റൂൾ നമ്പർ 1, ഇഫ് ആൻ ഓഡ് നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഓഡ് നമ്പർ. പക്ഷെ എന്താ കൺസെപ്റ്റ്? അതൊരു നോൺ പ്രൈം നമ്പർ ആയിരിക്കണം. അപ്പൊ നോക്കിക്കേ, 21 ഒരു ഓഡ് നമ്പർ ആണ്, അതിനെ ഫോളോ ചെയ്യുന്നത് ഒരു ഓഡ് നമ്പർ തന്നെയാണ്. ആ 51 എന്ന് പറഞ്ഞ ഓഡ് നമ്പർ ഒരു നോൺ പ്രൈം നമ്പർ ആകണം. 51 ഒരു നോൺ പ്രൈം നമ്പർ അല്ലേ? 5 + 1 എത്ര? 6 അല്ലേ? 6 എന്ന് പറഞ്ഞാൽ 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും 51 എന്താണ്? ഒരു നോൺ പ്രൈം നമ്പർ ആണ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ദെൻ ഹൈയസ്റ്റ് നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ ദ ലോവസ്റ്റ് നമ്പർ ആൻഡ് ദ റിമൈൻഡർ ഈസ് ആഡഡ് ടു ദി ലോവസ്റ്റ് നമ്പർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഹൈയസ്റ്റ് നമ്പർ ആയിട്ടുള്ള 51നെ 21 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എത്ര ടൈംസാ? 2 ടൈംസ് അല്ലേ? 42 എന്ന് വരും. അപ്പൊ നമുക്കൊരു റിമൈൻഡർ കിട്ടി 9. സോ ആ ഒരു റിമൈൻഡർ ആയിട്ടുള്ള 9നെ നമ്മൾ എന്തിന്റെ കൂടെ ആഡ് ചെയ്യണം? നമ്മൾ ഈ ലോവസ്റ്റ് നമ്പറിന്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പൊ എത്ര വരും? ഇവന്മാരുടെ റിസൾട്ടന്റ് ആയിട്ടുള്ള വാല്യൂ എത്ര വരും? നമുക്ക് എത്ര കിട്ടിയത്? 21 + 9 30 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ റോ 3യുടെ റിസൾട്ടന്റ് എത്ര നമുക്ക് കിട്ടിയത്? 30 എന്ന് കിട്ടി. റോ 1ന്റെ എത്ര ആയിരുന്നു? 8 എന്ന് കിട്ടി. റോ 2ന്റെ നമുക്ക് 18 കിട്ടി. അപ്പൊ നമുക്ക് ഇത് നോട്ട് ചെയ്യാലോ. എത്ര? റോ 3യുടെ റിസൾട്ടന്റ് നമുക്ക് എത്ര കിട്ടിയത്? 30 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ റോ Z where റോ Z ഈസ് ദി റിസൾട്ടന്റ് ഓഫ് റോ 1, റോ 2 ആൻഡ് റോ 3. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളൊരു പുതിയൊരു ആള് വന്നു, റോ Z എന്ന് പറഞ്ഞ ഒരു ആളെ കിട്ടി. ഈ റോ Z വാല്യൂസ് ഒക്കെ ആരാ? നമ്പർ സീരീസ് ആയിരിക്കുക. നമുക്ക് കിട്ടിയിരിക്കുന്ന 8 റോ 1ന്റെ റിസൾട്ടന്റ്, റോ 2ന്റെ റിസൾട്ടന്റ് ആൻഡ് റോ 3യുടെ റിസൾട്ടന്റ് ആയിട്ടുള്ള 30 ആയിരിക്കും നമുക്ക് വേണ്ട റോ Z നമ്പർ സീരീസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവന്റെ റിസൾട്ടന്റ് എന്താണോ അതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പൊ നമുക്കത് ചെയ്തു നോക്കാം. നമുക്ക് ഇവിടെ തന്നെ ചെയ്യാമല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ റോ Z വാല്യൂസ് നമുക്ക് കണ്ടുപിടിച്ചുകൂടെ? നിങ്ങൾ പറഞ്ഞേ, റോ Z വാല്യൂസ് എന്തായിരിക്കും? 8, 18, 30 അല്ലേടെ? 30. നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പൊ നിങ്ങൾ എൻ്റെ കൂടി ഇത് പറയണം, നിങ്ങൾ എൻ്റെ കൂടി ഇത് ചെയ്തു തരണം, എങ്കിലേ നടക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് തുടങ്ങാം. ആദ്യത്തെ രണ്ടവന്മാരെ നമ്മൾ എടുത്തു. നോക്കിക്കേ, റൂൾ നമ്പർ 1 എന്താ? ഇഫ് ആൻ ഓഡ് നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഓഡ് നമ്പർ. രണ്ടുപേരും, അതായത് ഓഡ് നമ്പർ അല്ല 8, അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തത്, ഇഫ് എ പ്രൈം നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഈവൻ നമ്പർ. ഒരു പ്രൈം നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഈവൻ നമ്പർ. 8 ഒരു പ്രൈം നമ്പർ ആണോ? ഒരിക്കലുമല്ല. അപ്പൊ റൂൾ നമ്പർ 2 എടുക്കാൻ പറ്റുമോ? ഇല്ല. അടുത്തത്, ഇഫ് ആൻ ഈവൻ നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഓഡ് നമ്പർ. 8 എന്ന് പറഞ്ഞ ഈവൻ നമ്പറിനെ ഫോളോ ചെയ്യുന്ന ഒരു ഓഡ് നമ്പർ ആണോ? ഇവിടെ 18 ആണ്, ഈവൻ നമ്പർ ആണ്. അപ്പൊ റൂൾ നമ്പർ 3 അല്ല. റൂൾ നമ്പർ 4 എന്താ പറയുന്നത്? ഇഫ് എ പെർഫെക്റ്റ് ക്യൂബ് നമ്പർ ഈസ് ഫോളോഡ് ബൈ എ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ. 8 എന്ന് പറഞ്ഞ ഒരു പെർഫെക്റ്റ് ക്യൂബ് ആണ്, പക്ഷെ അതിനെ ഫോളോ ചെയ്യുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? 18 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? എനിക്കറിയത്തില്ലല്ലോ. 18 ഒന്നും പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ റൂൾ നമ്പർ എന്താ? 4 വരുമോ? റൂൾ നമ്പർ 4 അല്ല. അപ്പൊ റൂൾ നമ്പർ 5 എന്താ പറയുന്നത്? ഇഫ് ആൻ ഓഡ് നമ്പർ ഈസ് ഫോളോഡ് ബൈ എ പ്രൈം നമ്പർ. 8 ഒരു ഓഡ് നമ്പർ ആണോ? 8 ഒരു ഓഡ് നമ്പർ അല്ല. അപ്പൊ റൂൾ നമ്പർ 5 സാറ്റിസ്ഫൈ ചെയ്യുമോ? റൂൾ നമ്പർ 5 സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അപ്പം നമുക്ക് കഴിഞ്ഞോടെ ഇല്ല, ഒരാളുകളുണ്ട്, നമുക്ക് നോക്കാം. ഇഫ് ആൻ ഈവൻ നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഈവൻ നമ്പർ. തീർച്ചയായിട്ടും അല്ലേ, ഇതാവുന്നു. ഈവൻ നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഈവൻ നമ്പർ. അപ്പൊ നമുക്ക് മനസ്സിലായി റൂൾ നമ്പർ 6 ആയിരിക്കും സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ എന്താ അവനെ ഓപ്പറേഷൻ ചെയ്യേണ്ടത്? എന്താ? then the difference between the second numbers third succeeding prime number. അത് ഇച്ചിരി കൂടിയ പണിയാണല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. 8ഉം 18ഉം അല്ലേ? സെക്കൻഡ് നമ്പറിന്റെ തേർഡ് സക്സീഡിങ് പ്രൈം നമ്പർ വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. അപ്പൊ നമുക്ക് നോക്കാം, ഏതാ തേർഡ് സക്സീഡിങ് പ്രൈം നമ്പേഴ്സ്? നിങ്ങൾ പറഞ്ഞേ, 18ന് ശേഷം വരുന്ന പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാ? 19 ഒരു പ്രൈം നമ്പർ ആണോ? തീർച്ചയായിട്ടും 19 ഒരു പ്രൈം നമ്പർ ആണ്. 20 ഇല്ല, 21 അല്ല, 22 അല്ല, 23 ഒരു പ്രൈം നമ്പർ ആണ്. അടുത്തത് 24, 25 അല്ല, 26 അല്ല, 27 ആണോ? അല്ല. 29 വരത്തില്ലേ? 29 ഒരു പ്രൈം നമ്പർ ആണ്. അപ്പൊ ആരാ തേർഡ് സക്സീഡിങ് പ്രൈം നമ്പർ? ആരാ? നമ്മുടെ സെക്കൻഡ് നമ്പറിന്റെ തേർഡ് സക്സീഡിങ് പ്രൈം നമ്പർ ആരാ? 29 ആണ്. അതിന് എന്ത് ചെയ്യണം? then the difference between the second numbers third succeeding prime number and the first number second preceding prime number. അപ്പൊ നമ്മുടെ 8ന്റെ സെക്കൻഡ് പ്രൊസീഡിങ് പ്രൈം നമ്പേഴ്സ് ആരൊക്കെയാ? 7 വരാം, പിന്നെ അടുത്ത ആരുടെ? 5 അല്ലേ? അപ്പൊ ആരൊക്കെയാ? 5. അപ്പൊ ഇവന്മാര് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് എടുക്കണം. അപ്പൊ എത്ര വരും? 29 - 5 എന്ന് പറഞ്ഞാൽ എത്ര വരും? 24 എന്ന് വരും അല്ലേ? അപ്പൊ 24 കിട്ടി. ആരുടെയൊക്കെ റിസൾട്ടന്റാ? 8ന്റെയും 18ന്റെയും റിസൾട്ടന്റ് ആണ് നമുക്ക് കിട്ടിയത് 24. അപ്പൊ ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഈ 24നെയും 30നെയും വേണം നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ. അപ്പൊ നമുക്ക് തുടങ്ങാം. നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തി, ലൈറ്റ് ഇട്ടു, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് സെറ്റിന്റെ അല്ലെങ്കിൽ കണ്ടുപിടിച്ചു. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? നമുക്ക് വീണ്ടും റൂൾ നമ്പർ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി.
ഈവൻ നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഈവൻ നമ്പർ വരുമ്പോൾ എന്താണ് ഓപ്പറേഷൻ ചെയ്യേണ്ടത് നോക്കിക്കേ. നമുക്കറിയാം 1 തൊട്ട് 5 വരെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ഈവൻ നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഈവൻ നമ്പറിന്റെ ഒരു റൂളും വന്നില്ല. അതിനർത്ഥം നമുക്ക് ഡയറക്റ്റ് ഇവിടെ എടുത്തൂടെ റൂൾ നമ്പർ 6 ആണെന്ന്. ഇത്രയും നോക്കി സമയം കളയേണ്ട ആവശ്യമുണ്ടോ? സോ ഈ ഒരു ഒബ്സർവേഷനും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം നമ്മൾ ഇത് മനസ്സിലാക്കണം. അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താ? നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാം. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ചെയ്താൽ പോരെ. ഈവൻ നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഈവൻ നമ്പർ അല്ലേ, റൂൾ നമ്പർ 6 തന്നെയല്ലേ ഇവിടെ. അപ്പൊ നമുക്കറിയാം കണ്ടോ, ഒരു തവണ വായിക്കുമ്പോൾ അതിൽ എന്താണ് ഓപ്പറേഷൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. നമുക്കറിയാം തേർഡ് സക്സീഡിങ് പ്രൈം നമ്പർ എടുക്കുക, അതായത് സെക്കൻഡ് നമ്പറിന്റെ സെക്കൻഡ് ഈവൻ നമ്പറിന്റെ തേർഡ് സക്സീഡിങ് പ്രൈം നമ്പർ ആരാ? 31 ഉണ്ടോ? ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ട്. 32 ഇല്ല, 33 ഇല്ല, 34, 35, 36, 37 ഉണ്ട്, 38 ഇല്ല, 39 വരുമോ? ഇല്ല, 13ന്റെ മൾട്ടിപ്പിൾ അല്ലേ, 41 വരും. അപ്പൊ ആരാ തേർഡ് സക്സീഡിങ് പ്രൈം നമ്പർ? ആരാ? 30 ശേഷം വരുന്ന തേർഡ് സക്സീഡിങ് പ്രൈം നമ്പർ ആരാ? 41 ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരാളെ കിട്ടി. ഇനി എന്താ? നമ്മുടെ ഫസ്റ്റ് ഈവൻ നമ്പറിന്റെ എന്താ സെക്കൻഡ് പ്രൊസീഡിങ് പ്രൈം നമ്പറിനെ കണ്ടുപിടിക്കണം. അപ്പൊ അത് പറഞ്ഞേ, ആരായിരിക്കും ഇവിടെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. 23 ഡെഫിനറ്റ് ആയിട്ട് 23 വരും. അടുത്തത് നമുക്ക് ഇതിന്റെ കളർ ഒന്ന് മാറ്റി നോക്കാം. ഓക്കെ, 23 വരും അല്ലേ, 23 വരും. അടുത്തത് 21 വരുമോ? ഇല്ല, 19 വരും അല്ലേ. 19 ആണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 19ന്റെയും 41ന്റെയും 19ന്റെയും ഡിഫറൻസ് എടുത്താൽ പോരെ? അതല്ലേ ഇവരുടെ കമ്പൈൻഡ് റിസൾട്ടന്റ് എത്ര വരും? 22 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് കിട്ടി നമ്മുടെ ഇവന്മാരുടെ കമ്പൈൻഡ് റിസൾട്ടന്റ് നമുക്ക് എത്ര കിട്ടി? 22 എന്ന് ആൻസർ കിട്ടി. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ഫസ്റ്റ് സബ് ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത്? 22 ആയിരിക്കും. അപ്പൊ റോ ഇസഡിന്റെ റിസൾട്ടന്റ് നമ്മൾ എത്ര കണ്ടുപിടിച്ചു? 22 എന്ന് കണ്ടുപിടിച്ചു. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. കണ്ടോ എങ്ങനെയാണ് ഈ 3 റോ ബേസ്ഡ് നമ്പർ സീരീസ് എന്ന് പറയുന്ന മിസലേനിയസ് ടോപ്പിക്, അതായത് നമ്മുടെ മെയിൻസിന്റെ മിസലേനിയസ് ടോപ്പിക്സ് ചെയ്യുന്നതെന്ന് മനസ്സിലായോ? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊരു മിസലേനിയസ് ടോപ്പിക് ആണോ? തീർച്ചയായിട്ടും ഇതാണ് മിസലേനിയസ് ടോപ്പിക്സ് മെയിൻസിന്റെ. അത്രയും കണ്ടീഷൻസും ക്ലൂസും ഉണ്ട്. അപ്പൊ ഈ ഒരു പാറ്റേൺ അറിയാത്ത ഒരാൾക്ക് തീർച്ചയായിട്ടും ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമ്മൾ പ്രയർ ആയിട്ട് എക്സാമിന് മുൻപേ നമ്മൾ ഒരുപാട് സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യന്റെ പാറ്റേൺ മനസ്സിലാക്കി പോകുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പൊ അത് ബുദ്ധിമുട്ടുള്ള ആൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ മെയിൻസ് എക്സാമിന് മുൻപേ, അതായത് നമ്മുടെ IBPS ക്ലർക്ക് മെയിൻസ് ഉണ്ട്, SBI ക്ലർക്ക് മെയിൻസ് ഉണ്ട്. നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ നവംബർ 15, 16 തീയതികളിൽ വരുന്ന SBI ക്ലർക്ക് മെയിൻസിന് വേണ്ടി കംപ്ലീറ്റ് ഈ മിസലേനിയസ് ടോപ്പിക്സും പസിൽസും എല്ലാം ഞാൻ തീർത്തു തരുന്നതായിരിക്കും മെയിൻസ് ടോപ്പിക്സ്. ഓക്കെ ആണല്ലോ? അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടി, 22 ആൻസർ കിട്ടി. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. നോക്കിക്കോ, അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഇസഡ്. നമുക്ക് ഇതിന്റെ കളർ ഒന്ന് മാറ്റിക്കോട്ടെ. ഓക്കെ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഇസഡ് വേർ ഇസഡ് ഈസ്. അത് ശരി, ഇതിലും ഭേദം നമുക്ക് നമ്മുടെ ആരായിരുന്നു? ബ്ലൂ തന്നെ മതിയായിരുന്നല്ലേ. ബ്ലൂ ആണോ എന്തുവാടെ, വയലറ്റ് ആണോ ഇത്? കടുന്നീല അല്ലെങ്കിൽ എന്താ ഇതിനെന്താ പറയുന്നത്? ഓക്കെ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഇസഡ് വേർ ഇസഡ് ഈസ് ദ സം ഓഫ് ദ റിസൾട്ടന്റ് ഓഫ് റോ 1, റോ 2 ആൻഡ് റോ 3. അപ്പൊ നമുക്ക് ഇവരുടെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ റിസൾട്ടന്റ് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്കൊരു ഓരോരുത്തരുടെയും കിട്ടും. അവരുടെ സമ്മായിരിക്കും റോ ഇസഡ് എന്ന് പറയുന്ന റോയുടെ എന്താ റിസൾട്ടന്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കണ്ടുപിടിച്ച് തുടങ്ങാം. അപ്പൊ നമുക്ക് റോ 1നെ കണ്ടുപിടിക്കാം. നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇതിനെ മാറ്റി എഴുതിയിട്ടുണ്ട്. കാര്യം സമയം അല്ലേ, നമുക്കിത് ഓരോ തവണയും ഇത് തിരിച്ച് പോയി കണ്ടീഷൻ നോക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയും എനിക്ക് എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. നോക്കിക്കോ, റോ 1ൽ ഏതൊക്കെയാ? 36, 34, 83 അല്ലേ? എൻ്റെ കൂടെ ചെയ്യണേ. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് ആവും. അപ്പൊ നിങ്ങൾ പ്രത്യേകിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. നോക്കിക്കോ, ഫസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുക? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ദൈവന്മാരെ നമ്മൾ എടുത്തു. അപ്പൊ 36, 34 എടുത്തു. നോക്കിക്കേ, ഈവൻ നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഈവൻ നമ്പർ അല്ലേ? നമുക്കറിയാം ഏതാ? റൂൾ നമ്പർ 6 ആണ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ഒരു ഒബ്സർവേഷൻ സ്കിൽ ഇവിടെ ഡെവലപ്പ് ചെയ്യണം. അപ്പൊ കൂടുതൽ ഞാൻ തള്ളി മറിക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. 36ഉം 34ഉം നിങ്ങൾ പറഞ്ഞേ എന്താ അവിടെ ചെയ്യേണ്ടത്? അവിടെ എന്ത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്? ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നമുക്കറിയാം, സെക്കൻഡ് ഈവൻ നമ്പറിന്റെ തേർഡ് സക്സീഡിങ് എന്താ പ്രൈം നമ്പറിനെ കണ്ടുപിടിക്കുക. അപ്പൊ ആരാ? 35 ആണോ? അല്ല. 36 ആണോ? അല്ല. 37 വരാം. ഓക്കെ, ഉണ്ണിയേട്ടൻ ഫസ്റ്റ്. അടുത്തത് 38 ആണോ? അല്ല. 39, 40, 41 ആണ്. അടുത്ത 42 അല്ല, 43 വന്നൂടെ? അപ്പൊ നമുക്ക് കിട്ടി തേർഡ് സക്സീഡിങ് പ്രൈം നമ്പർ ആരാ? 43 ആയിരിക്കും. ഇനി അടുത്തത് ഫസ്റ്റ് ഈവൻ നമ്പറിന്റെ സെക്കൻഡ് പ്രൊസീഡിങ് പ്രൈം നമ്പർ ആരാന്ന് കണ്ടുപിടിക്കണ്ടേ? നിങ്ങൾ പറഞ്ഞേ. 36 ശേഷം 35 ഒരിക്കലും അല്ല, 34, 33 അല്ല, 32, 31 വരാൻ വരണം. ഇനി 30, 29 അല്ലേ? 29 അല്ലേ? അപ്പൊ നമുക്ക് കിട്ടി ഏതൊക്കെയാ പ്രൈം നമ്പേഴ്സ്? 43ഉം 29ഉം ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ദെൻ ദ ഡിഫറൻസ് ആണ് എടുക്കേണ്ടത് അല്ലേ? അവരുടെ ഡിഫറൻസ് എടുത്താൽ എത്ര കിട്ടും? 43 മൈനസ് 29 എടുക്കുമ്പോൾ എത്ര വരും?
4 വരും അല്ലേ, ബാക്കി 3 2 1 വരും. അപ്പോൾ 14 നമുക്ക് കിട്ടി. അപ്പോൾ അതായത് ഇവന്മാരുടെ റിസൾട്ടൻ്റ് ആണ് നമുക്ക് കിട്ടിയത് 14 കിട്ടിയത്. ഇനി നമുക്ക് 14നെയും ഈ 83നെയും കൂടെ വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകാൻ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം, ഇത് നമ്മുടെ നേരത്തെ ചെയ്ത 2 ഈവൻ നമ്പേഴ്സ് അല്ല. അപ്പോൾ നമുക്ക് ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കോ, ഇഫ് ആൻ ഓഡ് നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഓഡ് നമ്പർ ആണോ? അല്ലല്ലോ. നോക്ക്, ഓഡ് നമ്പർ ആണ്, പക്ഷെ ഫോളോ ചെയ്യുന്നത് ഓഡ് നമ്പർ ആണോ? അല്ല, ഈവൻ നമ്പർ ആണ്. അപ്പോൾ റൂൾ നമ്പർ 1 അല്ല. രണ്ടാമത്തെ എന്താ, ഇഫ് എ പ്രൈം നമ്പർ, 14 പ്രൈം നമ്പർ അല്ലല്ലോ, അവിടുന്ന് ഇറങ്ങി ഓടിക്കോ, റൂൾ നമ്പർ 2 അല്ല. അടുത്തത്, ഇഫ് ആൻ ഈവൻ നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഓഡ് നമ്പർ. ഓക്കെ, ഈവൻ നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഓഡ് നമ്പർ. 83 ഓഡ് നമ്പർ ആണ്. എന്താ ഓപ്പറേഷൻ? then add all the digits of that both even and odd number. അപ്പോൾ നമുക്ക് തുടങ്ങാം. 1 + 4 + 8 + 3 എത്ര വരും? 8 4 12 1 13 3 16 വരത്തില്ലേ? അല്ലേ, 16 കിട്ടിയത്, 83 അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടി റോ 1ന്റെ നമുക്ക് റിസൾട്ടന്റ് കിട്ടി 16 കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാമല്ലോ. റോ 1ന്റെ റിസൾട്ടന്റ് എത്ര നമുക്ക് കിട്ടിയിരിക്കുന്നത്? 16 കിട്ടി. അപ്പോൾ ആ ഒരു പാർട്ട് നമ്മൾ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ ഇറേസ് ചെയ്യാമല്ലോ. ഇനി നമുക്ക് റോ 2നെ സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കോ, ഇവിടെ റോ 2 ആരൊക്കെയാണ്? നിങ്ങളൊന്ന് പറഞ്ഞേ, റോ 2 ആരൊക്കെയാണ്? റോ 2ല് 25 11 ആൻഡ് 21 അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് നമ്മൾ ആദ്യത്തെ 2 പേഴ്സിനെ നമ്മൾ പിക്ക് ചെയ്തു. ഓക്കെ, നമ്മൾ ഇവന്മാരെ എടുത്തു. അപ്പോൾ നമുക്ക് 25ന്റെയും 11ന്റെയും റിസൾട്ടന്റ് ആദ്യം കണ്ടുപിടിക്കാം. നോക്കിക്കോ, ഓഡ് നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഓഡ് നമ്പർ, പക്ഷെ അവനൊരു നോൺ പ്രൈം നമ്പർ ആയിരിക്കണം. അപ്പോൾ എല്ലാവരും ചെയ്യാൻ പോകുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ പറയാം. നോക്കിക്കോ, ഓഡ് നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഓഡ് നമ്പർ എന്ന് കാണുമ്പോഴേ ദാ ഇവിടെ ബ്രാക്കറ്റിൽ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്, അത് ആരും വായിക്കത്തില്ല. നേരെ കയറി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേഷൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അതൊരു മിസ്റ്റേക്ക് ആണ്. ഈ 11 ഒരു പ്രൈം നമ്പർ ആണ്, ഇത് നോൺ പ്രൈം നമ്പേഴ്സിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് റൂൾ നമ്പർ 1 അല്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ പിക്ക് ചെയ്യാം, ബാക്കിയുള്ള ആൾക്കാരെ നോക്കാം. ഇഫ് എ പ്രൈം നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഈവൻ നമ്പർ, 25 ഒരു പ്രൈം നമ്പർ അല്ല, അപ്പോൾ റൂൾ നമ്പർ 2 അല്ല. ഇഫ് ആൻ ഈവൻ നമ്പർ ഈസ്, അവിടുന്നേ തുടങ്ങിക്കോ, 25 ഒരു ഈവൻ നമ്പർ ആണോ? അല്ല, അവനൊരു ഓഡ് നമ്പറാ. അപ്പോൾ റൂൾ നമ്പർ 3 അല്ല. ഇഫ് എ പെർഫെക്റ്റ് ക്യൂബ്, 25 ഒരു പെർഫെക്റ്റ് ക്യൂബ് ആണോ? ഒരിക്കലും അല്ല. അപ്പോൾ റൂൾ നമ്പർ 4 അല്ല. ഇഫ് ആൻ ഓഡ് നമ്പർ ഈസ് ഫോളോഡ് ബൈ എ പ്രൈം നമ്പർ, നോക്കിക്കേ, 25 ഒരു ഓഡ് നമ്പർ ആണ്. ആ 25നെ ഒരു പ്രൈം നമ്പർ ആണോ ഫോളോ ചെയ്യുന്നത്? 11 ഒരു പ്രൈം നമ്പർ അല്ലേ? ഡബിൾ അല്ലേ? ഡബിൾ 100% ഷുവർ ഫോളോ ചെയ്യുന്ന ഒരു പ്രൈം നമ്പർ ആണ്. അപ്പോൾ എന്ത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്? then square the odd number and the multiply the prime number with 2 and then add both numbers. എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് 25ന്റെ സ്ക്വയർ എടുക്കാം, എന്നിട്ട് നമ്മുടെ ഓഡ് നമ്പർ, നമ്മുടെ പ്രൈം നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അവരെ തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ എത്ര വരും? 625 + 22 എത്ര വാല്യൂ വരുന്നത്? 47 വരത്തില്ലേ? 647 നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഇവന്മാരുടെ റിസൾട്ടന്റ് കിട്ടി, 647 കിട്ടി. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്? ഈ 647നെയും നമ്മുടെ ബാക്കി വന്നിരിക്കുന്ന ഒറ്റയ്ക്കുള്ള ആ 21നെയും കൂടെ എടുത്ത് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഓപ്പറേഷൻ ചെയ്യാൻ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. നമുക്ക് ഒന്നേന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാമല്ലോ, ഒരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കോ, ഇഫ് ആൻ ഓഡ് നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഓഡ് നമ്പർ, ഇറ്റ്സ് എ നോൺ പ്രൈം നമ്പർ അല്ലേ? ഇതൊരു ഓഡ് നമ്പർ ആണ്, അതിനെ ഫോളോ ചെയ്യുന്നത് ഒരു ഓഡ് നമ്പർ ആണ്. അതൊരു നോൺ പ്രൈം നമ്പർ ആവണ്ടേ? 21 എന്താ ഒരു നോൺ പ്രൈം നമ്പർ അല്ലേ? 7ന്റെ മൾട്ടിപ്പിളാ, 3യുടെ മൾട്ടിപ്പിളാ, അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു നോൺ പ്രൈം നമ്പറാ. അങ്ങനെയെങ്കിൽ എന്താ ഓപ്പറേഷൻ ചെയ്യേണ്ടേ? then the highest number is divided by the lowest number. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 647നെ ബാക്കിയും കൂടെ വായിക്കാം അല്ലേ? and the remainder is added to the lowest number. അപ്പോൾ 647നെ നമുക്ക് 21 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ, എന്താ ഇവിടെ വാല്യൂ കിട്ടുന്നത്? എത്ര ടൈംസ് ആയിരിക്കും? 3 ടൈംസ് ആകുമ്പോൾ എത്ര വരും? 63 കിട്ടും അല്ലേ? ബാക്കി എത്ര വരും? 17 വരത്തില്ലേ? അപ്പോൾ നമുക്ക് എന്താ റിമൈൻഡർ വന്നത്? 17 അല്ലേ? ആ 17നെ 21 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 38 എന്ന് വരും. അപ്പോൾ റോ 2ന്റെ റിസൾട്ടന്റ് എത്രയാണ് നമുക്ക് കിട്ടിയത്? 38 എന്ന് കിട്ടി. കണ്ടോ എങ്ങനെയാ അത് ചെയ്തതെന്ന് മനസ്സിലായി എല്ലാവർക്കും? അപ്പോൾ നമുക്ക് കിട്ടി റോ 2ന്റെ റിസൾട്ടന്റ് നമുക്ക് എത്ര കിട്ടി? 38 എന്ന് കിട്ടി. അപ്പോൾ അത് മാർക്ക് ചെയ്യാലോ, ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ നമ്മൾ 38 മാർക്ക് ചെയ്തു. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടിയത്? നമുക്ക് 38 എന്ന് കിട്ടി. എങ്ങനെയാ? സ്മോളസ്റ്റ് നമ്പറിനെ നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ റിമൈൻഡർ ആയിട്ടുള്ള 17 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 38 എന്ന് കിട്ടി. സോ 38 ആയിരിക്കും റോ 2ന്റെ റിസൾട്ടന്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇത് അടുത്തയിലോട്ട് പോയിക്കൂടെ? ഇനിയാണ് നമുക്ക് വേണ്ടത് അടുത്ത ആള്, അടുത്ത റോ 3 അല്ലേ? റോ 3 ഏതാ? 17 24 ആൻഡ് 48 48. അപ്പോൾ നമുക്ക് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കോ, എന്താ പറയുന്നത്? ഒന്നേ സ്റ്റാർട്ട് ചെയ്യാം. ഇഫ് ആൻ ഓഡ് നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഓഡ് നമ്പർ,
ഓഡ് നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഈവൻ നമ്പർ അല്ലേ, 24 ഒരു ഈവൻ അല്ലേ, അപ്പൊ റൂൾ 1 അല്ല. അടുത്തത് ഇഫ് എ പ്രൈം നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഈവൻ നമ്പർ, നോക്കിക്കേ 17 ഒരു പ്രൈം നമ്പർ ആണ്. ദ പ്രൈം നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഈവൻ നമ്പർ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് മനസ്സിലായി റൂൾ 2 ആണ് ഫോളോ ചെയ്യുന്നത്. എന്താ ഓപ്പറേഷൻ? ദെൻ ദ മൾട്ടിപ്പിൾ ഓഫ് ദ 10th ഡിജിറ്റ് ഓഫ് ദ പ്രൈം നമ്പർ, അതായത് 1 കൊണ്ട് മൾട്ടിപ്ലൈ, നമ്മുടെ പ്രൈം നമ്പർ എത്ര 17 അല്ലേ, അതിന്റെ 10th ഡിജിറ്റ് എത്ര 1 അല്ലേ, ആ 1നെ എന്ത് ചെയ്യുക, എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ആൻഡ് ദി യൂണിറ്റ് ഡിജിറ്റ് ഓഫ് ദി ഈവൻ നമ്പർ. ആരാ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് ദി ഈവൻ നമ്പർ ഏതാ? 4 അല്ലേ, അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ എത്ര വരും? 4 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇനി ആരാ നോക്കേണ്ടത്? അപ്പൊ ഈ 4 ആയിരിക്കും ഇവന്മാരുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. നമുക്കിനി വേണ്ടത് ഈ 4ഉം 48ഉം കൂടെ വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഓപ്പറേഷൻ ചെയ്യാൻ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, നോക്കാം. അപ്പൊ നമുക്ക് മനസ്സിലായി, ഇത് കാണുമ്പോഴേ മനസ്സിലാകണം, മറ്റെന്താ നമ്മൾ പറയുന്ന പോലെ ഇത് കാണുമ്പോഴേ മനസ്സിലാകണം, 2 ഈവൻ നമ്പേഴ്സ് ആണ്. നേരെ സ്കിപ്പ് ചെയ്തിട്ട് എങ്ങോട്ട് വന്നാൽ മതി, നമ്മുടെ റൂൾ നമ്പർ 6 പോയാൽ പോരെ, അവിടെ നോക്കിയാൽ പോരെ. കാര്യം നമ്മൾ ഓൾറെഡി ഈ കാര്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം, അതാണ് ഒബ്സർവേഷൻ സ്കില്ല്, മെയിൻസിന് പ്രത്യേകം വേണ്ട ഒരു കാര്യമാണ്. എന്താ? ഈവൻ നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഈവൻ നമ്പർ. എന്ത് കേസാ വേണ്ടത്? ദെൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സെക്കൻഡ് നമ്പേഴ്സ് തേർഡ് സക്സീഡിങ് പ്രൈം നമ്പർ. അപ്പൊ കണ്ടുപിടിക്കാം, 48ന് ശേഷം വരുന്ന മൂന്നാമത്തെ പ്രൈം നമ്പർ ആരായിരിക്കും? 49 അല്ല, 50, 51 അല്ല, 52 അല്ല, 53. യെസ്, 53 ഒരാളാണ്. അടുത്തത് 54 വരുമോ? 54 ഇല്ല, 55 ഇല്ല, 56, 57, 58, 59 വരുമല്ലേ, 59, 60, 61. കണ്ടോ? അപ്പൊ നമ്മുടെ പ്രൈം നമ്പർ ആരാ? 53, 51, 61 കിട്ടി. അപ്പൊ ആരായിരിക്കും ഇവിടെ തേർഡ് സക്സീഡിങ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ? ആരായിരിക്കും? നമ്മുടെ സ്വന്തം 61 ആയിരിക്കും നമ്മുടെ തേർഡ് സക്സീഡിങ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞത്. ഇനിയിപ്പോ നമുക്ക് എന്താ വേണ്ടത്? അടുത്ത ആൾക്കാരെ കണ്ടുപിടിച്ചാൽ പോരെ. ഇനി നമ്മുടെ ഫസ്റ്റ് ഈവൻ നമ്പറിന്റെ സെക്കൻഡ് പ്രൊസീഡിങ് പ്രൈം നമ്പറിനെ കണ്ടുപിടിക്കണം. ആരാ? വളരെ ഈസി അല്ലേ, 3ഉം 2ഉം അല്ലേ. അപ്പൊ നമുക്ക് വേണ്ട ആളാരാ? 2 അല്ലേ. നമുക്ക് എന്ത് ചെയ്താൽ മതി? 61 2 മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? 59 എന്ന് വരും. അപ്പൊ നമുക്ക് കിട്ടി റോ 3യുടെ റിസൾട്ടന്റ് വാല്യൂ എത്ര കിട്ടി? 59 എന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്തൂടെ? മാർക്ക് ചെയ്യാമല്ലോ. അപ്പൊ റോ 3യുടെ റിസൾട്ടന്റ് നമുക്ക് എത്ര കിട്ടി? 59 എന്ന് കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഇസഡ് വേർ ഇസഡ് ഈസ് ദ സം ഓഫ് ദി റിസൾട്ടന്റ് ഓഫ് റോ 1, റോ 2 ആൻഡ് റോ 3. അപ്പൊ റിസൾട്ടന്റ് റോ ഇസഡിന്റെ റിസൾട്ടന്റ് വാല്യൂ എന്തായിരിക്കും? 16 പ്ലസ് 38 പ്ലസ് 59 അല്ലേ. എത്ര വരണം? നോക്കി, 8, 6, 14, 9 എത്ര വരും? ഒരു 3 യൂണിറ്റ് ഡിജിറ്റ് വരത്തില്ല. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ഇ ആയിരിക്കും ആൻസർ. 113 ആയിരിക്കും ആൻസർ. കണ്ടോ? എവിടെങ്കിലും നമ്മൾ ബാക്കി ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെയും നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് അപ്ലൈ ചെയ്യാം. നമുക്ക് സമയം ഒരു 2 സെക്കൻഡ് സമയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയാലും വളരെ വിലപ്പെട്ടത്. എപ്പോഴാണ് നമ്മുടെ എക്സാം തീരാറാവുന്നു, നമുക്ക് ഒരു ആൻസർ കിട്ടി, നമുക്ക് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യാൻ മൗസ് എടുത്തു, നമുക്ക് പോയിന്റർ കൊണ്ട് നമ്മുടെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ പോകുമ്പോൾ സമയം ഇതാ അതിക്രമിച്ചു വരുന്നു. മറ്റേ ഏതാടെ നമ്മുടെ സിനിമയ്ക്കകത്ത് മറ്റേ അവിടെ എന്തോ യുദ്ധം നടക്കുന്നു, ഇവിടെ പൊരിഞ്ഞാടി മറ്റേ മറ്റേ ആക്ടർ ശ്രീനിവാസൻ സാറ് പറയുന്ന ഒരു ഡയലോഗ് പോലെ അവിടെ സമയം പോയിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ കയ്യിൽ സമയമില്ല, നമുക്ക് മാർക്ക് ചെയ്യാൻ ഒരു 2 സെക്കൻഡ് മതി. ആ 2 സെക്കൻഡിന്റെ വില അന്നേരം നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇവിടെ നമുക്ക് സമയം ലാഭിച്ചാൽ ആ 2 സെക്കൻഡ് അവിടെ നമുക്ക് യൂസ്ഫുൾ ആവും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഏതാ ആൻസർ? 113 ആണ് നമ്മുടെ ആൻസർ. കണ്ടോ? ഇത്രയേ ഉള്ളു കാര്യം, വളരെ ഈസിയാണ് റോ ബേസ്ഡ്. പക്ഷേ പ്രാക്ടീസ് കമ്പൽസറി ആയിട്ട് നിങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ. 3 റോ ബേസ്ഡ് നമ്പർ സീരീസ് എന്ന് നിങ്ങൾ എവിടെ വേണമെങ്കിലും ടെലിഗ്രാമിലോ ക്രോമിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് എന്താ പറയുക, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നമുക്ക് ഒരുപാട് പ്രാക്ടീസ് മെറ്റീരിയൽസ് കിട്ടും. എടുത്തങ്ങ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. അതുപോലെ മോക്ക് ടെസ്റ്റ്, സെക്ഷണൽസ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് ഈ മിസലേനിയസ് ക്വസ്റ്റ്യൻസ് കിട്ടും. ടോപ്പിക് ടെസ്റ്റ് എടുക്ക്. അപ്പോൾ അതൊക്കെ അവിടെ നിന്നൊക്കെ നമ്മളെടുത്ത് പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ ഈ ഒരു ടോപ്പിക്ക് നല്ല രീതിയിൽ വശമായിട്ട് മാത്രമേ നമ്മൾ എങ്ങോട്ട് പോവുള്ളൂ, എക്സാമിന് പോവുള്ളൂ. ആദ്യം ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഇതായിരിക്കണം. അവിടെ തകർത്തങ്ങ് ചെയ്തോ, 5 ക്വസ്റ്റ്യൻ നിങ്ങളങ്ങ് ചെയ്തോ. എത്ര മാർക്ക്? 5 മാർക്ക് മെയിൻസിന് കിട്ടുമെന്ന് പറഞ്ഞാൽ ചുമ്മാ കാര്യമാണോ? ഒന്നുമല്ല. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് അതിന്റെ ആൻസറും കിട്ടി 113. ഓക്കെ, നമ്മുടെ ഈ ഒരു 3 റോ ബേസ്ഡ് നമ്പർ സീരീസിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വളരെ അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ചെയ്ത് നോക്കാം. Find the value of x plus y by z where z is the sum of the resultant of the row 1 and row 2 where y is the resultant of the first row and x the resultant of the third row. എന്താണ് പറഞ്ഞിരിക്കുന്നത്? y is the resultant of the first row. ഓക്കെ, ഞാൻ വായിച്ചതിന്റെ പ്രശ്നമാണ്. y എന്ന് പറഞ്ഞാൽ എന്താ? റിസൾട്ടന്റ് ഓഫ് ദി ഫസ്റ്റ് റോ ആൻഡ് എക്സ് ഈസ് ദ റിസൾട്ടന്റ് ഓഫ് ദി തേർഡ് റോ. അപ്പോൾ നമുക്ക് ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് റോ 1ന്റെയും റോ 2ന്റെയും റോ 3യുടെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാം. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് എത്ര 2, 3 സ്റ്റാർ ഒക്കെ ഇട്ട് മാർക്ക് ചെയ്തോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ഇട്ടത്തില്ലേ? വെരി വെരി ഇമ്പോർട്ടൻ്റ് നിങ്ങൾ മാർക്ക് ചെയ്തോ, ഒരു പ്രശ്നവുമില്ല.
ഓക്കെ ആണോ? ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ് ടൈപ്പ് ആണ്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കോ. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് റോ 3യുടെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാം. കാര്യം എന്താ? റോ 3യുടെ 3 നമ്പേഴ്സ് തന്നിട്ടില്ലേ? അപ്പോൾ റോ 3യുടെ റിസൾട്ടന്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് എക്സ് കിട്ടത്തില്ലേ? എന്താ? എക്സ് ഈസ് ദി റിസൾട്ടന്റ് ഓഫ് ദി തേർഡ് റോ അല്ലേ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. നോക്കിക്കോ. അപ്പോൾ ആദ്യം വേണ്ടത് 10, 36, 87ന്റെ റിസൾട്ടന്റ് വാല്യൂ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കോ. നമുക്ക് കാണുമ്പോഴേ അറിയാം. ഫസ്റ്റ് നമുക്ക് ആദ്യത്തെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് പിക്ക് ചെയ്യേണ്ട ഇവന്മാരെ അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം 10ന്റെയും 36ന്റെയും റിസൾട്ടന്റ് വാല്യൂ കണ്ടുപിടിക്കണം. 10ഉം 36ഉം രണ്ട് ഈവൻ നമ്പേഴ്സിനെ കണ്ടാൽ ഓർക്കണം ഏതാ റൂള്? റൂൾ നമ്പർ 6ലോട്ട് ഒറ്റ ചാട്ടത്തിനങ്ങ് പൊയ്ക്കോ. കാര്യം നമ്മൾ ഓൾറെഡി കണ്ടതാ. ഇവിടെ ഒന്നും സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. റൂൾ നമ്പർ 6 ആയിരിക്കും. തേർഡ് സക്സീഡിങ് പ്രൈം നമ്പർ ആരാ? 37. ഉണ്ണിയേട്ടൻ ഫസ്റ്റ് അടിച്ചു അല്ലെ? 37 ഇല്ലേ? ഉണ്ട്. അടുത്തത് 38 ഉണ്ടോ? ഇല്ല. 39 ഇല്ല. 40 ഇല്ല. 41. അടുത്ത ഉണ്ണിയേട്ടൻ സെക്കൻഡ്. അടുത്ത് 42 ഉണ്ടോ? ഇല്ല. 43 ഇല്ലേ? 43 ഒരു പ്രൈം നമ്പർ അല്ലേ? അപ്പൊ നമുക്ക് കിട്ടി ഇവന്മാരായിരിക്കും നമ്മുടെ പ്രൈം നമ്പേഴ്സ്. അപ്പൊ ആരെയാ വേണ്ടത്? നമുക്ക് തേർഡ് സക്സീഡിങ് പ്രൈം നമ്പർ ആയിട്ടുള്ള 43നെ മാത്രം എടുത്താൽ മതി. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് വേണ്ടത് ആരൊക്കെ ആയിരിക്കും? 7ഉം വരും, 5 അല്ലേടെ? 10ന് തൊട്ട് മുൻപത്തുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാ? 9 അല്ല, 8 അല്ല, 7 വരാം, 6 അല്ല, 5 അല്ല. അപ്പൊ 5 ഡൗൺ 5ഉം കൂടെ ആണ്. ഓക്കെ ആണല്ലോ? നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ തന്നിരിക്കുന്ന 43ൽ നിന്നും 5 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 38 എന്ന് കിട്ടത്തില്ലേ? അപ്പൊ നമുക്ക് മനസ്സിലായി ഇവന്മാരുടെ റിസൾട്ടന്റ് വാല്യൂ എത്രയായി? 38 ആയി. ഇനി നമുക്ക് ഓപ്പറേഷൻ കൊണ്ടുപോകേണ്ടത് 38നെയും 87നെയും കൂടെ വേണ്ടിയായിരിക്കും നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഏത് റൂൾസ് ആണ് നമുക്ക് അറിയോ? ഇല്ല. നോക്കിക്കേ. ഇഫ് ആൻ ഓഡ് നമ്പർ ആണോ? 38 ഓഡ് നമ്പർ അല്ല, ഈവൻ നമ്പറാ. അപ്പൊ റൂൾ നമ്പർ 1 അല്ല. ഇനി ഓക്കെ, ഒരു മിനിറ്റ്. നമ്മൾ ഇത് നമ്മുടെ ഫസ്റ്റ് കേസിന് എടുത്തല്ലേ? അപ്പൊ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. അടുത്ത രണ്ടാമത്തെ, ഇഫ് എ പ്രൈം നമ്പർ, 38 ഒരു പ്രൈം നമ്പർ അല്ലല്ലോ. അപ്പൊ റൂൾ നമ്പർ 2 അല്ല. If an even number is followed by an odd number, definitely അല്ലേ? Even number is followed by an odd number. 87 ഒരു odd number അല്ലേ? Then add all the digit of that both even number and odd digit. അപ്പൊ നമുക്ക് നോക്കാം. വളരെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ അല്ലേ? 3 + 8 + 7 എത്ര വരും? 8 ഉം 3ഉം 11. 11 8 എത്ര? 19. 19 7 എത്ര? 26. അപ്പൊ നമുക്ക് കിട്ടി റോ 3യുടെ റിസൾട്ടന്റ് വാല്യൂ നമുക്ക് എത്ര കിട്ടി? 26 കിട്ടി. അപ്പൊ റോ 3യുടെ റിസൾട്ടന്റ് തന്നെ ആയിരിക്കും എന്തെന്ന് പറഞ്ഞത്? എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞു. അപ്പൊ അതും കൂടെ നോട്ട് ചെയ്തൂടെ? അപ്പൊ നമുക്ക് കിട്ടി എക്സിന്റെ വാല്യൂ എത്ര? 26 കിട്ടി. അല്ലേ? നമുക്ക് അതല്ലേ തന്നിരിക്കുന്നത്? എക്സ് ഈസ് ദി, ഒരു മിനിറ്റ്, ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ് ഈസ് ദി റിസൾട്ടന്റ് ഓഫ് ദി തേർഡ് റോ. അപ്പൊ തേർഡ് റോയുടെ റിസൾട്ടന്റ് ആരാ? 26 അല്ലേ? അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി 26 കിട്ടി. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. എക്സിന്റെ വാല്യൂ നമുക്ക് 26 കിട്ടിയെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? റോ 1ന്റെ റിസൾട്ടന്റ് കണ്ടുപിടിച്ചൂടെ? അപ്പൊ നമുക്ക് റോ 1ന്റെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും പാടുണ്ടോ? എത്ര ആയിരിക്കും? എക്സിന്റെ വാല്യൂ എത്ര? 26 ആണ്. ബാക്കി 58ഉം 66ഉം ചെയ്താൽ പോരെ? ഒരു പാടുമില്ലല്ലോ. അപ്പൊ ഇവിടെ കാണുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റിലെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ടുള്ള ഫസ്റ്റ് രണ്ട് നമ്പേഴ്സിനെ പിക്ക് ചെയ്തു. 26ഉം 58ഉം. അപ്പൊ പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞേ. കണ്ടോ? ഞാൻ എന്റെ ഓട്ടോമാറ്റിക്കലി ഞാനത് മാർക്ക് ചെയ്യുക. കാര്യം എന്താ? രണ്ടുപേര് ഈവൻ നമ്പേഴ്സാ. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം ഏതായിരിക്കും? റൂൾ നമ്പർ 6 ആയിരിക്കും. കണ്ടോ? ആ ഒരു എബിലിറ്റി നമുക്ക് നമ്മൾ എക്സാം എഴുതുമ്പോൾ അല്ലെങ്കിൽ മോക്ക് എഴുതുമ്പോഴൊക്കെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. നമുക്ക് ഒബ്സർവേഷൻ സ്കിൽ ഇംപ്രൂവ് ആണ്. ഓക്കെ ആണല്ലോ? അടുത്ത എന്താ? ഏതാ? 59 പ്രൈം നമ്പേഴ്സ് ആണേ. അടുത്ത ഏതാ? 61, 62, 63, 64 അല്ല, 65, 66, 67 അല്ലേ? 67 അല്ലേ? 67 ആണോടെ? യെസ്, 67 ആണ്. അടുത്തത് ഏതൊക്കെ വരും? 20 തൊട്ട് മുന്നത്തെ 26ന് തൊട്ട് പ്രൊസീഡിംഗ് ആയിട്ടുള്ള രണ്ട് പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 25 അല്ല, 23 വരും. അതിനുശേഷം ആരാ? 19 അല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് 67ന്റെയും 19ന്റെയും ഡിഫറൻസ് എത്ര വരും ഇവിടെ? നിങ്ങൾ പറഞ്ഞേ. 8, 5 നിന്ന് പോയ 48 വരെ അല്ലേ? അപ്പൊ നമുക്ക് കിട്ടി ഇവന്മാരുടെ നമുക്ക് കിട്ടി 48 എന്ന് കിട്ടി. ആണല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇനി നമുക്ക് വേണ്ടത് ഈ 48ന്റെയും 66ന്റെയും കൂടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ ഒരു കോമ്പിനേഷൻ എടുത്താൽ മതി. അപ്പൊ നമുക്ക് നോക്കാം. 48ഉം അടുത്ത 48ഉം 66ഉം അല്ലേ? അപ്പൊ 48ഉം 66ന്റെയും കൂടെ നമുക്ക് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ റൂൾസ് ചെക്ക് ചെയ്യാം. നോക്കിക്കേ. ഈവൻ നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ എഗെയിൻ ഈവൻ നമ്പർ അല്ലേ? എഗെയിൻ നമ്മുടെ സെയിം റൂൾസ് തന്നെ അല്ലേ? കണ്ടോ? അതാണ് നമുക്ക് വീണ്ടും സമയം കളയണ്ടെന്ന് പറയുന്നത്. 66ന് ശേഷമുള്ള ഏതാ? 67. ഉണ്ണിയേട്ടൻ ഫസ്റ്റ്. 68 അല്ല, 69 അല്ല, 70, 71, 72, 73 അല്ലേ? 73 അല്ലേ? ആണല്ലോ. ബാക്കിലോട്ട് വരുമ്പോൾ ഏതൊക്കെ ആയിരിക്കും? 48, 47 വരാം. അടുത്തത് 46, 45, 44, 43 വരെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി?
73ന്റെയും, അപ്പൊ ആരൊക്കെയാ നമുക്ക് കിട്ടിയത്? 43ഉം 73ഉം അല്ലേ? ആ 73 മൈനസ് 43 നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 30 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് കിട്ടി റോ 1ന്റെ റിസൾട്ടിന് നമുക്ക് എത്ര കിട്ടി? നമ്മുടെ റോ 1ന്റെ റിസൾട്ടിന് നമുക്ക് എത്ര കിട്ടി? 30 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്തൂടെ? റോ 1ന്റെ റിസൾട്ടിന് നമുക്ക് എത്ര കിട്ടി? 30 എന്ന് കിട്ടി. അപ്പൊ റോ 1 എന്ന് പറഞ്ഞാൽ എന്താ? y is the resultant of the first row. അപ്പൊ y-യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 30 എന്ന് കിട്ടി. കണ്ടോ? അപ്പൊ ഒരു കാര്യം, ഈ ഒരു പാർട്ട് വെച്ചാണ് നിങ്ങൾ കണ്ടു തുടങ്ങുന്നതെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്ത റൂൾ എന്ന് പറഞ്ഞാൽ റൂൾ നമ്പർ 6 ആയിരിക്കും. അവിടെ രണ്ട് ഈവൻ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? then the difference between the second numbers third succeeding prime number. കണ്ടോ, നമ്മൾ മൂന്നാമത്തെ സക്സീഡിങ് പ്രൈം നമ്പേഴ്സ് കണ്ടുപിടിച്ചു. അത് എത്ര? 67 ആയിരുന്നു ആദ്യത്തെ കേസിൽ. അതുപോലെ തന്നെ ആൻഡ് പ്രൊസീഡിങ് ഫസ്റ്റ് ഈവൻ നമ്പറിന്റെ സെക്കൻഡ് പ്രൊസീഡിങ് പ്രൈം നമ്പർ കണ്ടുപിടിച്ചു. എത്ര ആയിരുന്നു? 19. സോ 67 19 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 48 കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 48നെ 66നെ കൂടെ പെയർ ചെയ്തു. അതും ഇത് തന്നെ, ഇതേ കേസ് തന്നെയല്ലേ, രണ്ട് ഈവൻ നമ്പേഴ്സ് ആണ്. സോ സെയിം റൂൾ നമ്പർ 6 അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 73 ആണ് തേർഡ് പ്രൊസീഡിങ് പ്രൈം നമ്പറും 43 ആണ് സെക്കൻഡ് പ്രൊസീഡിങ് പ്രൈം നമ്പറും. അവരുടെ ഡിഫറൻസ് എടുത്തപ്പോൾ 30 കിട്ടി. സോ ആ ഒരു 30 ആയിരിക്കും നമ്മുടെ റിസൾട്ടന്റ് ഓഫ് ദി ആരെന്ന് പറയുന്നത്? ഫസ്റ്റ് റോ എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം y എന്ന് പറഞ്ഞാൽ എന്താ? റിസൾട്ടന്റ് ഓഫ് ദി ഫസ്റ്റ് റോ ആണ്. സോ y-യുടെ വാല്യൂ നമുക്ക് 30 എന്ന് കിട്ടി. സോ അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ആരെയും കൂടെ കണ്ടുപിടിച്ചാൽ മതി. റോ 2ന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ പോരെ? അപ്പൊ റോ 2ലെ നമ്പർ സീരീസ് ആരൊക്കെയായിരിക്കും? 47, 32. നമ്മൾ y-യുടെ വാല്യൂ എന്താ കണ്ടുപിടിച്ചത്? y-യുടെ വാല്യൂ 30 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ആ 30 കൂടെ ചെയ്താൽ പോരെ? എത്ര വരും? 30 അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെഫ്റ്റ് എൻഡിൽ നിന്ന് രണ്ട് നമ്പേഴ്സ് നമ്മൾ എടുത്തു. ആരൊക്കെയാ? അതേ ഓർഡർ തന്നെ എഴുതണം. ഞാൻ അങ്ങനെ പറയുന്നത് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരുപാട് എക്സാമ്പിൾ എഴുതിയപ്പോൾ പിന്നെ മനസ്സിലായി. പിന്നെ അത് പറഞ്ഞ് നിങ്ങളെ പിന്നെയും പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ നമുക്ക് തുടങ്ങാം. റൂൾ നമ്പർ 1, ഓഡ് നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഓഡ് നമ്പർ. നോക്കിക്കേ, ഇതൊരു ഓഡ് നമ്പറാ, ഫോളോ ചെയ്യുന്ന ഒരു ഈവൻ നമ്പർ അല്ലേ? അപ്പൊ റൂൾ നമ്പർ 1 അല്ല. ഇഫ് എ പ്രൈം നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഈവൻ നമ്പർ, അവനല്ലേ 47 ഒരു പ്രൈം നമ്പർ അല്ലേ? 7 49 അത് നമുക്കറിയാം. പക്ഷേ അയ്യോ പെടലി വേദനയെടുക്കുന്നല്ലേ. ഓക്കെ, അടുത്തത് ഒരു പ്രൈം നമ്പർ ആണ് 47. 7 49. 47 ഒരു പ്രൈം നമ്പറാ. ഈസ് ഫോളോഡ് ബൈ ആൻ ഈവൻ നമ്പർ അല്ലേ? 32 ഒരു ഈവൻ നമ്പർ അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്താ ഓപ്പറേഷൻ ചെയ്യേണ്ടത്? then the multiple of the 10th digit of the prime number. അപ്പൊ പ്രൈം നമ്പറിന്റെ 10th ഡിജിറ്റ് ആരാ? 4 into and the unit digit of the even number എത്ര? 2 അല്ലേ? അപ്പൊ എത്ര വരും? 8 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവന്മാരുടെ എന്താ കമ്പൈൻഡ് റിസൾട്ടന്റ് 8 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 8നെയും ഈ 30നെയും കൂടെ നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റാം. അപ്പൊ 8ഉം 30 അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കേ എഗെയിൻ ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? രണ്ട് ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പൊ നമുക്കറിയാം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ സെക്കൻഡ് ഈവൻ നമ്പറിന്റെ തേർഡ് സക്സീഡിങ്ങും ഫസ്റ്റ് ഈവൻ നമ്പറിന്റെ സെക്കൻഡ് പ്രൊസീഡിങ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ആരൊക്കെ ആയിരിക്കും? 31 ഉണ്ട്, 32, 33, 34, 35 അല്ല, 36 അല്ല, 37 വരാം, 38 അല്ല, 39 അല്ല, 40 അല്ല, 41 ആണ് നമ്മുടെ തേർഡ് പ്രൊസീഡിങ് പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ 8ന് മുന്നേ വളരെ എളുപ്പമല്ലേ? 7ഉം 5ഉം. അപ്പൊ എത്ര വരും? 41 മൈനസ് 5 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 36 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് കിട്ടി റിസൾട്ടന്റ് ഓഫ് ദി റോ 3 എത്ര കിട്ടി? 36 എന്ന് കിട്ടി. അപ്പൊ അതുകൂടെ ഇവിടെ മാർക്ക് ചെയ്തോട്ടെ. അപ്പൊ അതുകൂടെ ഞാനിവിടെ മാർക്ക് ചെയ്യാണ്. നമുക്ക് റോ 3യുടെ റിസൾട്ടന്റ് എത്ര കിട്ടി? 36 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്, അതല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇസഡ് എന്താ? ഇസഡ് ഈസ് ദ സം ഓഫ് ദി റിസൾട്ടന്റ് ഓഫ് ദി റോ 1 ആൻഡ് റോ 2. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആദ്യം നമുക്ക് ഇസഡിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് ദി റിസൾട്ടന്റ് ഓഫ് ദി റോ 1 ആൻഡ് റോ 2 അല്ല. അപ്പൊ എത്ര വരും? റോ 1ൽ 30 അല്ലേ? റോ 2ൽ 36 എത്ര വരണം? 66 എന്ന് വരും. ഇനി എക്സിന്റെയും വൈയുടെയും വാല്യൂ എന്താ? 26 പ്ലസ് 30 അല്ലേ? എത്ര വരണം? 56. താഴെ എത്ര? 66 അല്ലേ? അപ്പൊ എത്ര വരും? 56 ഡിവൈഡഡ് ബൈ 66 എന്ന് വരും. അപ്പൊ അതിന്റെ വാല്യൂ എത്ര കിട്ടേണ്ടത്? നിങ്ങൾ പറഞ്ഞേ. അപ്പൊ ഞാൻ ഇതിന് ഒരു കാര്യം ചെയ്യാം. ഈ ഒരു പാർട്ടിനെ ഞാൻ മുകളിലോട്ട് എടുത്തു. അപ്പൊ കുറച്ചുകൂടെ നീറ്റായിട്ട് കിട്ടത്തില്ലേ? അപ്പൊ ഇസഡ് എന്ന് പറഞ്ഞ എന്താ? നമുക്കറിയാം റോ 1ന്റെയും റോ 2ന്റെയും വാല്യൂ ആയിട്ടുള്ള 30 പ്ലസ് 36 നമുക്ക് കിട്ടി 66 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ വാല്യൂ ചെറുതാക്കിയ പോലെ എത്ര വരും? 28 വരും. ദാറ്റ് ഈസ് 33 വരും. അപ്പം നമുക്ക് വേണ്ട വാല്യൂ എന്താ? 28/33 പറഞ്ഞ വാല്യൂ ഏതാ? ഓപ്ഷൻ എന്താ? അതാ കിടക്കുന്ന ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞത്. കണ്ടോ? ഇതെങ്ങനെയാ ചെയ്യുന്നത് മനസ്സിലായില്ലേ? വളരെ ഈസി അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ 3 റോ ബേസ്ഡ് നമ്പർ സീരീസ് എന്ന് പറഞ്ഞ ഒരു വളരെ ഈസി ആയിട്ടുള്ള, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മിസ്സലേനിയസ് ടോപ്പിക്. ജാവ ഈസ് വെരി പവർഫുൾ എന്ന് പറഞ്ഞ പോലെ, വളരെ സിമ്പിൾ ആണെന്ന് പറയുന്ന പോലെ ഈ മിസ്സലേനിയസ് ടോപ്പിക് കാണുമ്പോൾ, മിസ്സലേനിയസ് എന്ന് പറഞ്ഞ പേര് കാണുമ്പോഴേ നമ്മൾ വിചാരിക്കും
വളരെ ഈസിയാണ്. പക്ഷെ അങ്ങനല്ല, ഈ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന റൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ല. അത് വായിച്ച് മനസ്സിലാക്കി കറക്റ്റ് ടൈമിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ റൂൾസ് കറക്റ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നല്ല സ്പീഡിലും ചെയ്യണം. കാര്യം നമ്മൾ ഈ മിസ്സലേനിയസിൽ സേവ് ചെയ്യുന്ന ടൈമാണ് നമുക്ക് ആക്ച്വലി ഒരു അസറ്റ് എന്ന് പറഞ്ഞാൽ എവിടെ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി. സോ നമുക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് പോകാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വേറൊരു മെയിൻസ് ടോപ്പിക്കായിട്ട് കാണാം. അത് റീസണിങ് ആയിരിക്കാം, ചിലപ്പോൾ QA ആയിരിക്കാം. അത് നിങ്ങളൊരു സസ്പെൻസ് ആണ്. അപ്പോൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. മെയിൻസിന് വേണ്ടി പ്രോപ്പറായിട്ട് എൻ്റെ കൂടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുക. ഒരു മെയിൻസിൻ്റെ ഒരു കംപ്ലീറ്റ് സ്ട്രാറ്റജി ആയിട്ട് ഞാൻ ഡെഫിനറ്റ്ലി ഒരു കംപ്ലീറ്റ് സ്ട്രാറ്റജി വേണമല്ലോ, എനിക്കറിയാം. അത് തീർച്ചയായിട്ടും ഞാൻ തരുന്നതായിരിക്കും. ഒരു ഡേ ബൈ ഡേ അല്ലെങ്കിൽ ഓരോ ദിവസം എന്തൊക്കെ ചെയ്യണം എന്നൊരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ, മെയിൻസിന് വേണ്ടിയുള്ള സ്ട്രാറ്റജിക് അല്ലെങ്കിൽ സ്മാർട്ട് വേ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഇതിൻ്റെ PDF ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ദിശ ബാങ്കിങ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അത് നിങ്ങൾ നല്ല ക്ലാസ് ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവരും നല്ലപോലെ പഠിക്കുക, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ ആണല്ലോ? താങ്ക് യു സോ മച്ച്.